എന്ത് ക്യൂട്ടല്ലേ? ടീച്ചർ ക്ലാസ്മേറ്റാ? ആ, എന്റെ ഫ്രണ്ട് വൈഷ്ണവിയുടെ അമ്മ പ്രസവിച്ച കൊച്ച. രണ്ടുപേരും ഏത് നേരം എന്റെ ഫോണിലല്ലേ? അമ്മ ഇതാദ്യം നോക്കിയേ. ഇത് നിന്റെ കൂട്ടുകാരി വൈഷ്ണവിയുടെ അനിയത്തി കൊച്ചല്ലേ? ആ അമ്മ, കാണട്ടെ. എന്ത് ക്യൂട്ടല്ലേ അമ്മ? ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഈ കൊച്ചിനെ കാണാൻ പോകുന്നുണ്ട് അടുത്ത ദിവസം. അവൾ ഈ കൊച്ചിന്റെ ഫോട്ടോസ് ഒക്കെ സ്റ്റാറ്റസിലും പോസ്റ്റിലും ഒക്കെ ഇടുന്നുണ്ട്. വൈഷ്ണവി അമ്മ കൊച്ചിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നു. അവളുടെ അമ്മയ്ക്കൊന്നും ഒരു പണിയില്ല. ആ ഫോണിങ് തന്നെ, എനിക്കൊരു കോൾ ചെയ്യാനുണ്ട്. നിങ്ങൾ താഴെ ചെന്നിരിക്കെ, ചെല്ല്. ഹലോ, നീ ഇതെവിടെയാ? ഞാൻ രാവിലെ തുടങ്ങി നിന്നെ വിളിക്കുകയാണല്ലോ. ആ, എന്ത് തിരക്കാണേലും ശരി, 10 മിനിറ്റിൽ ഇവിടെ എത്തിക്കോളണം. എടാ, എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആ, പെട്ടെന്ന് വരാൻ നോക്ക്. ശരി. ആ, പോയി തൻ്റെ ഭാര്യയ്ക്ക് ഞാനേ 2 ഡോസ് കൂടുതൽ കൊടുത്ത് വിട്ടിട്ടുണ്ട്. ആ, താനിങ്ങനെ നടന്നോ? ഞാൻ പിന്നെ വിളിക്കാം. നീ എന്താണ് ഇവിടെ? ഞാൻ ഇന്നലല്ലേ നിന്നോട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്? നീ അത് മറന്നാ? നീ എന്താടാ അവിടെ നിന്നാളഞ്ഞ? കേറി വാ. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ, എന്നെ വിളിച്ചാൽ പോരെ. വെറുതെ എന്തിനാണ് അതിന് ഇവനെ വിളിക്കണേ? അതിന് അവൻ വരുന്നതിന് നിങ്ങൾക്ക് വല്ല നഷ്ടമുണ്ടോ? എനിക്ക് നഷ്ടമുണ്ടടി. എനിക്ക് ഒളിച്ചും പാത്തും പറയാനൊന്നും അറിയില്ല. ഇവനിവിടെ വരുന്നത് നിന്നെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ന്യൂ ജനറേഷൻ ഒന്നും അല്ല, ഞാൻ പഴയ ആള് തന്നെയാ. സ്വന്തം ഭാര്യയെ ഏതെങ്കിലും കൂട്ടുകാരന്മാരുടെ കൂടെ കറങ്ങി നടക്കാൻ എനിക്ക് ഇഷ്ടപ്പെടില്ല. അത് നിങ്ങളുടെ ദുഷ്ട മനസ്സിന്റെ കുഴപ്പാ. ആവണി, എന്റെ പേരിൽ നിങ്ങൾ വഴക്കൂടല്ലേ? അത് പറയാൻ നീ ആരാടാ? ഞാൻ എന്റെ ഭാര്യയോട് വഴക്കിടും. അതിൻ്റെ ഇടയിലോട്ട് നീ എന്തിനാ കയറി വരണത്? ഞാൻ പോവാവണി. നിക്കടാ അവിടെ. നീ എവിടെ പോന്ന്? ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയതേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അല്ലാതെ ആരെങ്കിലും പറയുന്ന ഇട്ട് പോകാനല്ല. നിനക്ക് ഇവനോട് പറയാനുള്ളത് നീ എന്നോട് പറയ്. അങ്ങനെ എല്ലാം നിങ്ങളോട് പറയാൻ പറ്റില്ല. അതെന്താ? പറ്റില്ല, അത്ര തന്നെ. ഇങ്ങോട്ട് വന്നേടാ. നീ ഇത് ഇവനെ കൊണ്ട് എങ്ങോട്ടാ പോണേ? നിങ്ങൾ മുന്നിൽ നിന്ന് മാറിയേ. ഇവനെ കൊണ്ട് നീ അകത്ത് കേറില്ല. വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നത്തിന് നിൽക്കരുത്. പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നത് ഞാനാണോ? നിന്റെ ഭർത്താവായ ഞാനാ പറയണേ ഇവനകത്ത് കയറ്റരുത്. പിന്നെ നിനക്ക് എന്തിനാ ഇത്ര വാശി? നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര വാശി? എനിക്ക് വാശി തന്നെയാ. എന്നാ എനിക്കും വാശി തന്നെ. നീ ഇവന്റെ ഒപ്പം നാട് മൊത്തം കറങ്ങി നടക്കണ എനിക്ക് നാണക്കേടാണ്. നിങ്ങൾക്ക് സംശയരോഗമാണ്. അതുകൊണ്ടാ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്. എനിക്ക് സംശയരോഗമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിലേ നീ അങ്ങനെ തന്നെ കൂട്ടിക്കോ. നിങ്ങൾ നിങ്ങളുടെ സംശയം വെച്ചോണ്ട് അവിടെ ഇരുന്നോ. നീ വാടാ. ആവണി, ഞാൻ പോയേക്കാം. നിങ്ങൾ വെറുതെ വഴക്കൂടാൻ നിൽക്കണ്ട. നിന്റെ മെറ്റോന്റെ ശുപാർശ കേട്ടോ. മര്യാദയ്ക്ക് സംസാരിക്കണം. പിന്നെ ഇത്ര വൃത്തിയോട്ട വർത്താനം പറഞ്ഞ തന്നെയൊക്കെ വേറെ എന്ത് വിളിക്കാനാണ്? ഏട്ടോന്ന് വിളിച്ചതന്നെ എന്റെ മാന്യതയായിട്ട് കൂട്ടിയാ മതി. നീ വലിയ നല്ല പിള്ള ചമയൊന്നും വേണ്ട. നീ നാട് മൊത്തം ഇവന്റെ കൂടെ നഴങ്ങി നടന്നിട്ട് വയറ്റിലുണ്ടായിക്കൊണ്ടെന്ന് അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കണം. ഇവൻ ഇതിന്റെ അകത്തോട്ട് അങ്ങനെ കേറിയ എന്റെ വേറെ മുഖം നീ കാണും. താനെന്ത് വൃത്തിയേടവനാണോ? ഓടാണെന്ന് എല്ലാവന്റെ ഭാര്യനെ ബൈക്കിന്റെ പുറകെ കയറ്റിക്കൊണ്ട് കറങ്ങണ നീയേ എന്റെ അടുത്ത് കൂടുതൽ സംസാരിക്കാൻ നിൽക്കല്ലേ. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ